നമ്മുടെ പുതിയ കളക്ഷൻ സക്കുലൻസ് എന്ന് പറയും. അതായത് മുള്ളില്ലാത്ത കാക്ടസ് ഇല്ലേ, അത് തന്നെ. അതേ പോട്ടി മിക്സ് തന്നെയാണ് നമ്മൾ ഈ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്. മണൽ കൂട്ടിയിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ കാക്ടസിനെ എങ്ങനെയാണ് നമ്മൾ പരിചരിക്കുന്നത് അത് തന്നെ കേട്ടോ. പോട്ടി മിക്സ്, ഇത്തിരി ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും പിന്നെ മണലും കൂടി മിക്സ് ചെയ്തത്. കാരണം ഇതിനധികം വെള്ളം വേണ്ടല്ലോ. ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് മൺ വേസാണ്. ചിലർ പ്ലാസ്റ്റിക് വേസിൽ വെക്കും, കുഴപ്പമില്ല. പക്ഷേ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം നമ്മൾ ശ്രദ്ധിക്കണം. ഇതാകുമ്പോൾ മൺപാത്രമാണ്. അപ്പോൾ നമ്മൾ എക്സസ് വെള്ളം അത് വലിച്ചെടുക്കും. ഞാൻ എന്താ ചെയ്യാൻ ഈ പാത്രം അങ്ങനെ വെള്ളമുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കും, എന്നിട്ട് പൊക്കും. അപ്പോൾ ഇതിനാവശ്യമുള്ള വെള്ളം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ കടകളിലാവാതെ ചുറ്റും ഇങ്ങനെ ഡ്രോപ്പ് പോലെ ഒറ്റിച്ച് കൊടുക്കാം. ലീഫും അധികം ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയണത്, ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, ഈ ലീഫ് തനിയെ ഇതിൻ്റെ അടിയിൽ നിന്ന് വരും. പിന്നെ ചിലത് കണ്ടു ഇതിൻ്റെ ഈ ഒരു ചെടിയുടെ ഈ സൈഡിൽ നിന്ന് കാണുന്ന വെള്ള കളർ ഉണ്ടല്ലോ, ഈ വെള്ള, ഇതും പുതിയ ചെടി വരുന്നതാണ്. പിന്നെ ഈ ഒരു ചെടി നമ്മൾ വെക്കുമ്പോൾ ഈ ചെറിയ വേസിൽ തന്നെ വെക്കണം. ഇത്ര തന്നെ അതിൻ്റെ ഒരു ഡയാമീറ്റർ പാടുള്ള, ചുറ്റളവൊക്കെ പാടുള്ള. ചെടി വലുതാവുന്നതിനനുസരിച്ച് മാത്രമാണ് ഇത് വലിയ പോട്ടിലേക്ക് മാറ്റാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ നിന്നാണ് ഇനി അടുത്ത ഷൂട്ട് വരിക. അപ്പോൾ ഇത് ഫ്ലവർ ചെയ്യാത്തത് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇത് ഫ്രിഡ്ജിൻ്റെ ടോപ്പിലോ നല്ല ഭംഗിയല്ലോ. ഇത് നോക്കി കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഫ്രിഡ്ജിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പോ സ്റ്റഡി ടേബിളുമോ അല്ലെങ്കിൽ ജനലേമോ ഒക്കെ വെക്കാം. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കുറച്ച് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഞാനെന്താ ചെയ്യാമെന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്നൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മളിങ്ങനെ ഉമ്മർത്ത് കുറച്ച് നേരം കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രഷായിട്ട് ഇരിക്കും. വെള്ളം ഒട്ടും കൂടരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് അഴുകി പോവും കിട്ടും. അപ്പോൾ നല്ല ഭംഗി. അതിനധികം പൈസയൊന്നും ആയിട്ടില്ല നമ്മൾ വാങ്ങിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നഴ്സറികൾ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. ഇത് കാണാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ ഓക്കേ.